ഹായ് ഫ്രണ്ട്സ്, ഷാജി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് റുബിക്സ് ക്യൂബ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. എന്താണ് റുബിക്സ് ക്യൂബ്? 1974 എർണോ റുബിക് എന്ന ഹംഗേറിയൻ ആർക്കിടെക്റ്റാണ് ഈ ഒരു മാജിക് ക്യൂബ് കണ്ടെത്തിയത്. ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഭൂമിയിൽ നമുക്ക് സാധ്യമാകാത്തതായി ഒന്നുമില്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു മാജിക് ക്യൂബ് കണ്ടെത്തിയത്. ബാല്യകാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഇത്തരം ഗെയിമുകൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഷാർപ്പറാകും. അതോടൊപ്പം അവരുടെ ഐ ഹാൻഡ് കോഓർഡിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുകയും ചെയ്യും. അതോടൊപ്പം എന്താണ്, അവരുടെ ശ്രദ്ധയും വർദ്ധിക്കുകയും ചെയ്യും. ഈ ഒരു റുബിക്സ് ക്യൂബ് എങ്ങനെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. അതിനു മുൻപ് നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും വേണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, റുബിക്സ് ക്യൂബിന് 6 വശങ്ങളാണുള്ളത്, 6 കളറുകളും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സൈഡിലും സെൻട്രൽ കാണുന്ന ഈ പീസ് ഒരു കാരണവശാലും മാറുന്നില്ല. സെൻറ്ററിൽ ഇരിക്കുന്ന നിറം എന്താണോ അത് തന്നെയാണ് ചുറ്റിലുള്ളവയ്ക്കും വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സെൻറ്റർ പീസ് നമുക്ക് മാറ്റാനും കഴിയില്ല, എന്നാൽ മറ്റുള്ളവ ഇഷ്ടാനുസരണം മാറ്റുകയും ചെയ്യാം. ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കളറിനെ താഴ്വശത്തേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ താഴെ വൈറ്റിനെ ഫോക്കസ് ചെയ്യാം. സാധാരണയായി എല്ലാ റുബിക്സ് ക്യൂബുകളിലും യെല്ലോ ആയിരിക്കും വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. നമുക്ക് വൈറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്തു നോക്കാം. നാം ചെയ്യേണ്ടത് നടുവിൽ കാണുന്ന യെല്ലോ പീസ് അതിനടുത്തേക്ക് 4 വശങ്ങളിലേക്കും വൈറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം, നടുവിലുള്ള യെല്ലോയ്ക്ക് ചുറ്റുമുള്ള 4 പീസിലും ഓരോ വൈറ്റ് കളർ കൊണ്ടുവരിക. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ബാക്കി 3 കൊണ്ടുവരാം. അതിന് നമുക്ക് എവിടെയൊക്കെയാണ് വൈറ്റ് ഉള്ളതെന്ന് നോക്കണം. ഇവിടെയുണ്ട്. ആ വൈറ്റിനെ നമുക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇനി അടുത്ത വൈറ്റ് ഇരിക്കുന്നത് നോക്കാം. അത് നേരെ കിട്ടുന്നില്ല. നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ച് ആ വൈറ്റ് കളർ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഒന്ന് തിരിച്ച് ആ വൈറ്റ് പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നാം ആദ്യം പറഞ്ഞ സ്റ്റെപ്പ് റെഡിയായി. മഞ്ഞയുടെ 4 വശത്തും ഓരോ വൈറ്റ് പീസ് ആയി. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ വൈറ്റിൻ്റെ സൈഡിൽ കാണുന്ന കളർ ഏതാണെന്നാണ്. ഈ കളറിനെ ഈ സെൻറ്റർ പീസുമായി മാച്ച് ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. മുകളിലത്തെ പീസ് മാത്രം. ഒരിക്കലും 2 പീസ് താഴത്തെ
കറങ്ങാൻ പാടില്ല. മുകളിലത്തെ പീസ് മാത്രം കറക്കുക. ഇപ്പോൾ ഗ്രീൻ മാച്ചായല്ലോ. ഇനി നമുക്ക് ഈ പീസിനെ 2 വട്ടം തിരിക്കാം. 1, 2. അതിനുശേഷം വീണ്ടും അടുത്ത കളർ നോക്കാം. ഇവിടെ ബ്ലൂ ആണുള്ളത്. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്റർ പീസ് നോക്കുക. താഴത്തെ ലെയർ ഒരു കാരണവശാലും അനങ്ങരുത്. മുകളിലത്തെ ലെയർ മാത്രം തിരിക്കുക. ഇപ്പോൾ സെൻറ്റർ പീസ് ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ 2 പ്രാവശ്യം തിരിക്കുക. ഇപ്പോൾ നമ്മൾ 2 വട്ടം തിരിച്ചു. ഇനി അടുത്തത് ഇവിടെ റെഡ് അല്ലേ ഉള്ളത്. അപ്പോൾ റെഡിൻ്റെ ഈ മുകളിലത്തെ പീസും തിരിക്കണം. ഇപ്പോൾ മാച്ചായല്ലോ. ഇനി നമുക്കത് 2 വട്ടം തിരിക്കാം. അടുത്തത് ഓറഞ്ച് മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതും 2 വട്ടം തിരിക്കാം. 2 വട്ടം തിരിച്ചു. ഇപ്പോൾ അടിയിലിരുന്ന വൈറ്റ് സെൻറ്റർ പീസിന് ചുറ്റും ഒരു പ്ലസ് രൂപത്തിൽ 4 വൈറ്റ് തന്നെ വന്നത് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ 4 മൂലയാണ് നമ്മളിനി കറക്റ്റ് ചെയ്യേണ്ടത്. അതിന് ഇതുപോലെ ഏറ്റവും മുകളിലത്തെ ലെയറിൽ വൈറ്റ് കളർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കുക. ഇവിടെ ഒരു വൈറ്റ് കളറുണ്ട്. ഈ വൈറ്റ് കളറിൽ ഇതിൻ്റെ സൈഡിലെ കളർ ഏതെന്ന് നോക്കുക. മുകളിലത്തെ അല്ല നോക്കേണ്ടത്. ഈ സൈഡിൽ കാണുന്ന കളറിനെ സെൻറ്റർ പീസുമായി ആദ്യം മാച്ച് ചെയ്യിപ്പിക്കണം. അതിന് അടിയിലത്തെ 2 ലെയർ അനങ്ങാതെ ഇങ്ങനെ തിരിക്കുക. തിരിച്ച് ബ്ലൂ ആക്കി മാച്ച് ചെയ്യിപ്പിക്കണം. ഇവിടെ വൈറ്റ് കളറുണ്ട്. ഈ ബ്ലൂ കളറിൻ്റെ സെൻറ്റർ പീസുമായി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ്, അതായത് ഈ വൈറ്റ് കളറിൻ്റെ ഭാഗം ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ മുകളിലേക്കൊന്ന് തിരിക്കുക. അപ്പോൾ താഴെ ഇരുന്ന വൈറ്റ് കളർ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഈ 2 ലെയർ അനങ്ങാതെ മുകളിലത്തെ ആ വൈറ്റ് കളറിനെ ഈ വൈറ്റ് കളറുമായി ചേർത്ത് കൊണ്ടുവരിക. ഇനി ചെയ്യേണ്ടത് വൈറ്റിനെ താഴെയാക്കി വെക്കണം. അടുത്തത് വീണ്ടും വൈറ്റ് എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഗ്രീനാണ്. ഗ്രീനിൻ്റെ സെൻറ്റർ പീസ് നോക്കാം. നമുക്ക് ഗ്രീനിനെ ഒന്ന് മാച്ച് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഗ്രീൻ മാച്ച് ആയല്ലോ. ഇപ്പോൾ നോക്കൂ, ഗ്രീനിൻ്റെ വലതുവശത്താണ് വൈറ്റ് ഇരിക്കുന്നത്. സോ ഈ മൊത്തം പീസിനെ മുകളിലേക്കൊന്ന് ഉയർത്തണം. ഇങ്ങനെ കൂടി തിരിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് മാച്ച് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് തിരിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വൈറ്റ് വന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എന്താണ്? ബ്ലൂ ആണ് കാണുന്നത്. ഇനി വീണ്ടും ബ്ലൂവിനെ സെൻറ്റർ പീസുമായി മാച്ച് ചെയ്യിപ്പിക്കണം. താഴത്തെ 2 ലെയറും അനങ്ങരുത്. നമ്മുടെ ബ്ലൂ മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വൈറ്റ് കളർ ഈ സൈഡിലായതുകൊണ്ട് ഈ സൈഡ് വേണം നമ്മൾ മുകളിലേക്ക് ഉയർത്തുവാൻ. ഉയർത്തിയപ്പോൾ വൈറ്റ് ഇവിടെയാണുള്ളത്. ഈ വൈറ്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് വൈറ്റുമായി മാച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ട് താഴെ ഇറക്കണം. അതിനുശേഷം വീണ്ടും വൈറ്റ് കളറിൻ്റെ സൈഡ് നോക്കുക. ഗ്രീൻ മാച്ചായിരിക്കുന്നു. പിന്നെ ഇത് മുകളിലേക്ക് ഉയർത്തിയ ശേഷം ഈ വൈറ്റിനെ ഇവിടെ കൊണ്ടുവരിക. മാച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ താഴെ ഇറക്കുക. ഇപ്പോൾ നോക്കൂ, അടിയിൽ നമ്മൾ വൈറ്റാണ് ഫോക്കസ് ചെയ്തത്. അടിയിലെ എല്ലാ പീസും വൈറ്റായിട്ടുണ്ട്. മാത്രമല്ല ഗ്രീനിൻ്റെ ഔട്ട് ലെയർ കറക്റ്റായി. ഓറഞ്ചിൻ്റെ ഒരു ലെയർ കറക്റ്റ് മാച്ചായിട്ടുണ്ട്.
ബ്ലൂവിൻ്റെ ഒരു ലെയറും മാച്ചായി, റെഡിൻ്റെ ഒരു ലെയറും കറക്റ്റ് മാച്ചായിട്ടുണ്ട്. അടിയിലത്തെ ഒരു ലെയർ ഫുൾ ഇപ്പോൾ തന്നെ കറക്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് ഈ കാണുന്ന പീസുകളാണ്. അതിന് ചെയ്യേണ്ടത് മുകളിലത്തെ ലെയറിൽ മഞ്ഞ കളർ വരാത്ത പീസ് നോക്കുക. ഇവിടെ ഒരു ബ്ലൂവും ഒരു റെഡുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡിൽ വരുന്ന കളർ ഏതാണോ, ഇവിടെ ഇപ്പോൾ ബ്ലൂ കളറാണ്, ഈ ബ്ലൂ കളറിനെ സെൻറ്റർ പീസിലേക്ക് മാച്ച് ചെയ്യിപ്പിച്ച് നോക്കാം. സെൻറ്റർ പീസുമായി മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ കാണുന്നത് റെഡ് കളറാണ്. അപ്പോൾ ഈ പീസ് ഇവിടെയല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വലതു സൈഡിലെ പീസായതുകൊണ്ട് തൽക്കാലം നമുക്കിതിനെ ഇടതുവശത്തേക്ക് മാറ്റിവെക്കാം. ഇടതുവശത്തേക്ക് മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഈ പീസിനെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ നമുക്ക് കഴിയൂ. ആയതിനാൽ ഇതിനെ ഒന്ന് തിരിക്കാം. നമുക്ക് വേണ്ട പീസിനെ നമ്മൾ വീണ്ടും സെൻറ്റർ പീസുമായി മാച്ച് ചെയ്യിപ്പിച്ച് വെക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഈ വൈറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക. വൈറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും നമ്മളെടുത്ത വൈറ്റ് കളറും ആ രണ്ട് പീസും, ഈ രണ്ട് പീസാണ് നമുക്കിവിടെ വരുത്തേണ്ടത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വലതുവശത്തേക്ക് മാറ്റിവെക്കാം. ശേഷം ഈ ലെയറിനെ മുകളിലേക്ക് ഉയർത്തി ഈ വൈറ്റ് കറക്റ്റ് ചെയ്യുക. ശേഷം ആ വൈറ്റിനെ താഴെ ഇറക്കണം. ഇപ്പോൾ ഇത് സെൻറ്ററിൽ വന്നു കഴിഞ്ഞു. അടുത്തത് വീണ്ടും ആ മഞ്ഞ കളർ ഇല്ലാത്ത പീസ് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഗ്രീനും ഓറഞ്ചും ആണുള്ളത്. അതിൽ ഗ്രീനിൻ്റെ കളറിൻ്റെ സെൻറ്റർ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ചെയ്ത ശേഷം ഓറഞ്ച് സെൻറ്റർ വരുന്ന ഭാഗം നോക്കുക. ഇപ്പോൾ വലത് സൈഡിലാണ് ഓറഞ്ച് ഉള്ളത്. അപ്പോൾ നമുക്കതിനെ ഇടതുവശത്തേക്കൊന്ന് മാറ്റിവെക്കാം. മാറ്റിവെച്ച ശേഷം ഈ ലെയറിനെ ഇവിടെ നിന്നും മാറ്റണം. മുകളിലേക്ക് തിരിച്ചിട്ട് വീണ്ടും നമ്മൾ മാറ്റിവെച്ച കളറിനെ ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഈ വൈറ്റ് കറക്റ്റ് ചെയ്ത് അതിനുശേഷം ഈ രണ്ട് പീസ് ഇവിടെ വരുത്തണം. ആ രണ്ട് പീസിനെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഇവിടുന്ന് ഇതിനെ മാറ്റിയിട്ട് വേണം ഇത് ഇവിടെ വരുത്താൻ. അപ്പോൾ ഇതിനെ മാറ്റുക, എന്നിട്ട് വൈറ്റ് കറക്റ്റ് ചെയ്യുക, അതിനുശേഷം താഴെ ഇറക്കുക. ഇനി നമുക്ക് വീണ്ടും മഞ്ഞയില്ലാത്ത പീസ് നോക്കണം. ഇവിടെ ബ്ലൂ ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്റർ പീസ് നോക്കുക. അത് മാച്ചായാൽ പിന്നെ ഏതാണ് ഓറഞ്ചിൻ്റെ സെൻറ്റർ പീസ് നോക്കാം. അവിടെ ഏതാ? ഇവിടെ റെഡാണ്. ഓറഞ്ച് ഉള്ളത് കൊണ്ട് ഇത് ഇടതുവശത്തേക്ക് വരികയും വേണം. വലതുവശത്തേക്ക് അതുകൊണ്ട് അതിനെ മാറ്റി വയ്ക്കുക. മുമ്പേ ചെയ്തതുപോലെ തന്നെ ഈ പീസ് ഉയർത്താം. ഈ പീസ് ഉയർത്തിയ ശേഷം നമ്മൾ മാറ്റി വെച്ച പീസിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവരാം. ശേഷം വീണ്ടും വൈറ്റ് കറക്റ്റ് ചെയ്യുക. ഈ ബ്ലൂ പീസ് ഇവിടെയാണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്കിതിനെ ഇടതുവശത്തേക്ക് നീക്കാം. പിന്നെ ഈ പീസിനെ
വലതുവശത്തേക്ക് തിരിക്കാം. ഇനി എന്താണ്, വൈറ്റ് കറക്റ്റ് ചെയ്യുക, ശേഷം താഴെ ഇറക്കുക. ഇനി ഏതെങ്കിലും യെല്ലോ ഇല്ലാത്തതുണ്ടോ നോക്കുക. ഇവിടെ റെഡ് ഉണ്ട്, ഗ്രീനും ഉണ്ട്. അപ്പോൾ നമുക്ക് റെഡ് കളറിനെ സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്ത് പോകാം. ഇവിടെ ഗ്രീൻ വലതുവശമായതിനാൽ നമുക്കിതിനെ ഇടതുവശത്തേക്ക് മാറ്റിവെക്കാം. ഈ സൈഡ് മുകളിലേക്ക് ഉയർത്തുന്നു. മാറ്റിവെച്ച പീസിനെ യഥാസ്ഥാനത്ത് കൊണ്ടുവരണം നമുക്കിനി. അതിനുശേഷം വൈറ്റ് കറക്റ്റ് ചെയ്യുന്നു. ഈ 2 പീസ് വലതുവശത്ത് വരേണ്ടതുകൊണ്ട് ഇതിനെ വലതുവശത്തേക്ക് തന്നെ തിരിക്കണം. എന്നിട്ട് ഈ പീസ് മുകളിലേക്ക് ഉയർത്തുക. വൈറ്റ് കറക്റ്റ് ചെയ്യിപ്പിക്കുന്നു, ശേഷം താഴെ ഇറക്കുന്നു. നോക്കൂ, ഇപ്പോൾ 2 ലെയർ പൂർണ്ണമായും കറക്റ്റായി. ഇനി 3ാമത്തെ ലെയർ കറക്റ്റ് ചെയ്യാനായി നാം ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇങ്ങനെയാണ്. ചിലപ്പോൾ ഒരു മഞ്ഞ വര ഇങ്ങനെ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ഈ ഒരു പീസ് ഇവിടെ വന്നിട്ട് ഒരു ജെ ആകൃതിയിലായിരിക്കും വരിക. എങ്ങനെ തന്നെ നമുക്ക് വന്നാലും ചിലപ്പോൾ ജെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ലൈൻ ഫുള്ളായിട്ട് മഞ്ഞ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ മുന്നിലുള്ള താഴത്തെ പീസിനെ, നമ്മുടെ മുന്നിലുള്ള താഴത്തെ പീസിനെ നമ്മൾ വലതുവശത്തേക്ക് തിരിക്കുക. വലത് സൈഡിലെ പീസിനെ മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം ടോപ്പിലെ ഈ പീസ് വലതുവശത്തേക്ക് ഒന്നുകൂടി തിരിക്കുക. വലത് സൈഡിലെ പീസ് എന്നിട്ട് താഴെ ഇറക്കണം. മറ്റേ ഭാഗം തിരിച്ച് കൊണ്ടുവരികയും വേണം. ഇതിനെ നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പ്ലസ് ഷേപ്പ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കണ്ട, മുകളിലെ ഇത് ഒരു മഞ്ഞയുടെ പ്ലസ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സെൻറ്റർ പീസ്, അതായത് ഈ പ്ലസിൻ്റെ രീതിയിൽ വരുന്ന ഈ സെൻറ്റർ പീസിനോട് മാച്ച് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മഞ്ഞ റെഡ് മാച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ മാച്ച് ചെയ്തിട്ടുമില്ല, ഇവിടെയും ചെയ്തിട്ടില്ല. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് കറക്കി നോക്കുക. കാരണം ഏതെങ്കിലും ഒരു പൊസിഷനിൽ 2 കളർ മാച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ 2 കളർ മാച്ച് ചെയ്തിട്ടുണ്ട്. മഞ്ഞ വരുന്ന ലൈനിൻ്റെ ഈ ഒരു ലൈൻ കറക്റ്റായിട്ടും ഉണ്ട്. അതുപോലെ ബ്ലൂവും മാച്ചായിട്ടുണ്ട്. എന്നാൽ ഇവിടെ മാച്ചിങ് അല്ല, ഇവിടെയും മാച്ചിങ് അല്ല. എന്നാൽ ഇവിടെ മാച്ചിങ് ആണ്, ഇവിടെയും മാച്ചിങ് ആണ്. ഇങ്ങനെ 2 കളർ മാച്ചായി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, മാച്ചായിരിക്കുന്ന 2 വശം, അതിൽ ഒരു വശം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കുക. മറ്റേ വശം, മാച്ചായിരിക്കുന്ന വശം നമ്മുടെ വലതുവശവും പിടിക്കുക. ശേഷം വലതുവശം മുകളിലേക്ക് തിരിക്കുക. ടോപ്പ് വലതുവശത്തേക്ക് തിരിക്കുക. വലതുവശം താഴെ ഇറക്കുക. ടോപ്പ് ഒന്നുകൂടെ തിരിക്കുക. വലതുവശം ഒന്നുയർത്തുകയും വേണം. ടോപ്പ് 2 പ്രാവശ്യം തിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം താഴെ ഇറക്കുക. ഇനി കറക്റ്റായോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ റെഡിനെ നമുക്ക് റെഡിൻ്റെ അടുത്തേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം മാച്ചായിട്ടുണ്ട്. പ്ലസ് ആ ഒരു ഭാഗവും കറക്റ്റായിട്ടുണ്ട്.
ഇനി 4 കോർണറിലുള്ള ഈ പീസുകൾ മാത്രമാണ് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളർ എങ്ങനെ ഇരുന്നാലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെഡ്, ഗ്രീൻ, യെല്ലോ, ഇത് തിരിഞ്ഞു വന്നാൽ ഇവിടം കറക്റ്റാകും. ഇതിവിടെ വരികയും ഗ്രീൻ ഇവിടെ വരികയും ചെയ്താൽ കറക്റ്റായല്ലോ. കാരണം ഇത് ഇവിടെ തന്നെ ഇരിക്കേണ്ട ഒരു പീസാണ്. അതായത് ഇതുപോലെ മാച്ച് ചെയ്യുന്നവ. എന്നാൽ ഇത് ഇവിടെ വരേണ്ടതുമല്ല, കാരണം ഇതിൽ ബ്ലൂ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ റെഡ് ഇവിടെ വരേണ്ട പീസല്ല, അതുകൊണ്ട് ഇത് കറക്റ്റല്ല. ഇവിടെയും ബ്ലൂ ഇവിടെ വരേണ്ട ഒന്നല്ല, അപ്പോൾ ഇതും കറക്റ്റല്ല. ഇപ്പോൾ മാച്ചുള്ള ഒരു പീസ് മാത്രമാണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഒരു കോർണർ പീസ്, 4 കോർണർ പീസും ചിലപ്പോൾ കറക്റ്റായി വരാം, ചിലപ്പോൾ ഒരെണ്ണം പോലും വന്നില്ലെന്നും ആവാം. അപ്പോൾ കറക്റ്റ് ആയാലും ആയില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് മുകളിലിരിക്കുന്ന ഈ ഒരു ലെയറിനെ ഇടതുവശത്തേക്ക് ഒന്ന് തിരിക്കുകയാണ്. റൈറ്റ് സൈഡ് പീസ് ഒന്ന് മുകളിലേക്കും തിരിക്കണം. മുമ്പേ തിരിച്ച മുകളിലത്തെ പീസ് യഥാസ്ഥാനത്ത് പഴയ പോലെ ആക്കുകയും വേണം. ഇനി ഇടതുവശത്തെ പീസ് മുകളിലേക്ക് പൊക്കുക. ഇനി വലത് സൈഡുള്ള വൈറ്റ് കറക്റ്റ് ചെയ്യുക. ദെൻ താഴെ ഇറക്കുക. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് മാറിയിരിക്കുന്നുണ്ട്, അതും ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം താഴെ ഇറക്കുക. ഇപ്പോൾ നോക്കൂ, ഈ ഒരു കോർണർ പീസ് കറക്റ്റായി കഴിഞ്ഞു. ഇപ്പോഴാണ് ഇത് ഇവിടെ വരേണ്ട പീസായി മാറിയത്. ഇനി ഈ ഒരു 2 പീസ് മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെറിയൊരു ഇക്വേഷൻ ഇവിടെ നാം ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. ചെറിയൊരു ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഈ പീസിനെ ഇങ്ങനെ തന്നെ പിടിക്കുക. എന്നിട്ട് ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഇതാണ് രീതി. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. എപ്പോൾ നമ്മുടെ കളർ മാച്ച് ആകുന്നുവോ അത് ചെക്ക് ചെയ്യുക, അപ്പോൾ നിർത്തുക. വീണ്ടും ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കറക്റ്റായി വന്നല്ലോ, റെഡ്, യെല്ലോ കറക്റ്റായി. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റായ പീസിനെ മാറ്റി വയ്ക്കുക. അടിയിലത്തെ 2 ലെയർ അനങ്ങാനും പാടില്ല. കറക്റ്റ് ആവാനുള്ള പീസിനെ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. ഇനി നമുക്ക് ഒരു ലെയർ മാത്രം കറക്റ്റ് ചെയ്താൽ മതി. എല്ലാം കറക്റ്റായിട്ട് വന്നു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.